നമ്മള് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ് വീണ്ടും ചിന്തിക്കുകയാണ് പൗലോസിന്റെ ചില പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. അപ്പം പോളിന്റെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചാൽ പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് ഹല്ലേലൂയ ലോകത്തിൽ ഒരു കാര്യനേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നല്ല, അല്ലെ? നമ്മൾ പോളിന്റെ പ്രാർത്ഥനകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പഠിക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഹല്ലേലൂയ അത് നമ്മൾ എടുക്കാറുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ എപ്പോഴും അകത്ത മനുഷ്യനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഹാലേലിയ. അകത്ത മനുഷ്യൻ ശക്തനായിരിക്കണം. നമ്മുടെ ആത്മമനുഷ്യൻ ശക്തനായിരിക്കണം. ആത്മമനുഷ്യന്റെ ഹാലയിൽ വെളിപ്പാട് വേണം. ആത്മമനുഷ്യന്റെ ദർശനങ്ങൾ, ആത്മമനുഷ്യന്റെ കണ്ണ തുറക്കണം. ഹാലേലിയ. നമുക്ക് പോരാട്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, ആത്മമണ്ഡലത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യരല്ല. നമ്മൾ പലപ്പോഴും പുറമേയുള്ള മനുഷ്യർ യുദ്ധം ചെയ്യാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പകരം പറയാനും പലവരും വഴക്കിടാനും ഒക്കെ ചെല്ലാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാലേലിയ. അകത്ത മനുഷ്യൻ നമ്മൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ യുദ്ധം ചെയ്തപ്പോൾ അകത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഹാലേലിയ. അപ്പൊ ഇന്നലെ എന്നോടൊരു സഹോദരൻ സംസാരിച്ച് പറഞ്ഞു, ആരും ഇങ്ങനെ വഴക്ക് വരുമെന്നോ അങ്ങനെ എന്തോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ അത് കേൾക്കുമ്പോൾ അവരോട് തിരിച്ച് വഴക്ക് പറയാനല്ല നമ്മൾ പഠിക്കേണ്ട. നമ്മൾ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവിടെ അവർ പറയുമ്പോൾ തന്നെ മുകളിൽ നിന്ന് കൊടുക്കുക, അതിന്റെ മേൽ നിനക്ക് യാതൊരു അധികാരമില്ലാതെ നമ്മൾ സ്വന്തം വായു കൊണ്ട് തന്നെ പറയണം. കാരണം ദൈവം അനുവദിക്കാതെ ആരും നമ്മുടെ നേരെ ഒരു വാക്ക് പറയത്തില്ല. ഇന്ന് ദൈവം അനുവദിച്ചിട്ടാണ് എങ്കിൽ നമ്മൾ അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഹാലേലിയ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഹാലേലിയ. കാരണം വെച്ചാൽ ദൈവം പറയാതെ വിലയം പറയുന്ന പോലെ ദൈവം ശപിക്കാത്തവരെ ഞാൻ എങ്ങനെ ശപിക്കും? ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ ജനത്തെ ശപിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വായ തുറന്നപ്പോഴവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഹാലേലിയ. മാറി മാറി നിന്നൊക്കെ നോക്കി, എന്നിട്ടൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് അപ്പൊ ദൈവം അനുവദിക്കാതെ നമ്മുടെ നേരെ ആരും ഒരു വാക്ക് പോലും സംസാരിക്കില്ല എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നുണ്ടോ എങ്കിൽ ദൈവം അനുവദിച്ചു കൊടുത്തിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ ഹൃദയത്തെ അനുകൂലമാക്കുവാനും പ്രതികൂലമാക്കുവാനും ദൈവത്തിന് കഴിയും. നമുക്ക് പലപ്പോഴും നമ്മൾ പോരാടുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ ചോദിച്ചിട്ട് കിട്ടുന്നില്ല, നമ്മളെ കുറിച്ച് അത് പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കാതെ ആരും ഒന്നും നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുകയില്ല, ചെയ്യുകയുമില്ല. ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയ ദൈവമാണ്. ഫറവോനോട് പോയി സംസാരിക്കാൻ മോശെ അയച്ചതും ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ എല്ലാം വ്യക്തമായിട്ട് എഴുതിയേക്കുന്നു. മോശയോടെ പോയി പറയുമ്പം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ ഭാഗം റോമാലേഖനത്തിന്റെ ഭാഗം ഫറവോനോട് അതിന്റെ ശക്തിയെ കാണിക്കേണ്ടതെന്ന് പറയട്ടെ. ദൈവത്തിന്റെ ശക്തിയെ എന്തിനാ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്ന് വെച്ചാൽ ഫറവോൻ ആരംഭത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ആരാ നിന്റെ ദൈവം? യഹോവ ആരാണെന്ന് ചോദിച്ചാൽ യഹോവ ആരാണെന്ന് ഫറവോന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ പുറത്തെ മനുഷ്യനെ ജഡികമായി പോരാടുവാനും ജഡികമായ കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇടയാക്കരുത്. നമുക്ക് എപ്പോഴും നമ്മൾ വായിക്കുന്ന വാക്യം തന്നെ തുടങ്ങിയ എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 16 തുടങ്ങി 21 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. പോളിന്റെ ഒരു വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണത്. എഫെസ്യ ലേഖനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലേഖനമാണ്. ഹല്ലേലൂയ. 15 തൊട്ട് വായിക്കട്ടോ. വായിച്ചു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭൊത്തിരി വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ
കൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് തിരിച്ചറിയണ പോലെ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഹാലേലിയ നമ്മളുടെ ദേഹദൃഷ്ടിക്ക് പ്രകാശം എന്തറിയാം, നമുക്ക് തന്നിരിക്കുന്ന പവർ ഹാലേലിയ ആമീൻ, അതും ഹാലേലിയ അധികാരം അല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനും ഒക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ ആമീൻ. അവന്റെ എന്താ പറയാ, നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുക, അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നത് തിരിച്ചറിയേണ്ടത്. ഹാലേലൂയ. അതിനുവേണ്ടി എങ്ങനെയാ പോൾ പ്രാർത്ഥിക്കുന്നത്? ഹാലേലൂയ. ഞാൻ നിങ്ങൾ വിശ്വസ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ദൈവവും മഹത്വം പിതാവ് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ ജ്ഞാനത്തിനെയും വെളിപ്പാടിന്റെ ആത്മാവിന്റെ തിരയണം. അപ്പം പോള് അവരെയൊക്കെ ഓർക്കുമ്പം അവർക്കെല്ലാം വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഹാലേലൂയ. ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം നമുക്ക് വേണം അല്ലെ. നമ്മളാണെങ്കിലോ സ്തോത്രം ചെയ്യുന്ന എപ്പോഴും സറമസിസ്റ്റ് ഓർത്ത് സ്തോത്രം ചെയ്താൽ സറമസിസ്റ്റയും ജെയിംസങ്ങളിലും എന്ന് പിള്ളേരെ എടുത്ത് ഓർത്തിട്ട് നമ്മൾ സ്തോത്രം ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും അല്ലെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നമ്മൾ സ്തോത്രം ചെയ്തപ്പോഴും പ്രാർത്ഥിക്കുന്ന അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ട്. പക്ഷേങ്കില് ഹാലേലിയ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ്, അവര് ഹാലേലിയ ആത്മീയമായി വളർന്ന് കരുത്തരായി വരണമെന്നാണെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവര് ആത്മമണ്ഡലത്തിൽ ആത്മീയതയിൽ അവരുടെ അകത്തെ മനുഷ്യൻ അവർക്ക് എന്താണോ കയറാൻ കഴിയാതെ നിൽക്കുന്ന മേഖലയിൽ അതിനെ ഓവർകം ചെയ്ത് മുകളിലേക്ക് വരണമെന്നായിരുന്നു. ഒരു ആത്മീയന്റെ പ്രാർത്ഥന മറ്റു നല്ലൊരു ആത്മീയനെ സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു ജഡീകന്റെ പ്രാർത്ഥന നല്ലൊരു ജഡീകനെ സൃഷ്ടിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ പൗലോസിന്റെ പ്രാർത്ഥനകൾ നമ്മൾ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പൗലോസ് ഹാലേലിയ ദൈവരാജ്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തയിൽ ലോകരാജ്യത്തെ കുറിച്ചാണ്. ഈ ലോകത്തിൽ എനിക്ക് എന്ത് കിട്ടും, എനിക്കെന്ത് നേടാം, എനിക്കെന്ത് ലഭിക്കുന്നില്ല, ഹാലേലൂയ അത് എങ്ങനെ ലഭിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഹാലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഹാലേലിയ വിജയപാസ്റ്റർ വീട്ടില് ഹാലേലിയ എന്താ പറയാ വചനം പറഞ്ഞു കൊടുക്കുക. ഞാനിങ്ങനെ ചോദിച്ചു നമ്മൾ എത്ര പേര് ഹാലേലിയ ദേവദാസിനെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് ഹാലേലിയ എനിക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിയുന്നില്ല, എനിക്ക് അടുത്തൊരു ലെവലിലേക്ക് എന്റെ വിളി എന്നെ കുറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്നതാണ്, അതിലേക്ക് എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എത്ര പേര് പറയുന്നു? ഹാലേലൂയ. എനിക്കറിയാം ഡിസംബർ മാസം ആകുമ്പോൾ ഹാലേലൂയ എല്ലാ സഭയിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉപവാസ പ്രാർത്ഥനകളുടെ കാലമാണ്. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം എനിക്കും വന്ന മെസ്സേജുകളൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാലേലൂയ. കാരണം അവരുദ്ദേശിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ 2024 കഴിയാറാകുന്ന 2025 ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. ഹാലേലൂയ. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഉപവാസം എന്നാൽ ദൈവത്തോടു കൂടി വസിക്കുക എന്നത് പറയുമ്പോൾ നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുന്നതാണ്. ദൈവത്തിന്റെ ഫോക്കസ് എപ്പോഴും എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഫോക്കസും എന്താന്ന് വെച്ചാൽ ഹാലേലൂയ ലോകത്തെ കുറിച്ചല്ല, ദൈവരാജ്യത്തെ കുറിച്ച് മാത്രമാണ്. നിങ്ങൾ ഭൂമിയിൽ പൗലോസൊപ്പം നിങ്ങൾ ഭൂമിയിലല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ. കാരണം നമ്മുടെ പൗരത്വം മാറി. ഹാലേലൂയ. നമ്മളിപ്പം ഗൾഫിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമ്മൾ അവിടെ ആയിരിക്കും, നമ്മുടെ ചിന്ത മൊത്തം നമ്മുടെ നാടിനെ കുറിച്ചല്ലേ, നമ്മുടെ നാട്ടിലെ വീടിനെ കുറിച്ച് ഒക്കെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പൗരത്വം ഇവിടെ കിടക്കുന്നേ, നമ്മുടെ അവകാശം ഇവിടെ കിടക്കുന്നത്. ഹാലേലിയ. നമ്മൾ അവിടെ ഹാലേലിയ വലിയ വസ്തുവകളൊന്നും വാങ്ങിച്ചു കൂട്ടത്തില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഹാലേലിയ സാധാരണക്കാർ ഒരുമാതിരിയുള്ള ആൾക്കാരൊന്നും അവിടെ സമ്പാദിച്ചു കൂട്ടത്തില്ല. എന്ത് കിട്ടിയാലും നാട്ടിലേക്ക് അയക്കും. കാരണം വെച്ചാൽ നമ്മുടെ പൗരത്വം ഇവിടെയാണ്. അപ്പൊ നമ്മുടെ സമ്പാദ്യം ഇവിടെ ആയിരിക്കണം. അതുപോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിക്കുന്ന പറഞ്ഞ കാര്യം. എന്ത് ഉയരത്തുള്ളത്? നമ്മൾ ചിന്തിക്കുന്ന കർത്താവ് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വല്ലതും വരണേ, കർത്താവ് ഇങ്ങോട്ട് അയക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലേ. ഹല്ലേലൂയ. ദൈവമേ തരണേ 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 നമ്മളെപ്പോഴും ചോദിക്കും. ഉയരത്തിൽ നിന്ന് നമുക്ക് വല്ലതും കിട്ടണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് അവിടെ നിന്ന് പറയും മോനെ ഇവിടെ തരാനൊന്നുമില്ല, നിനക്ക് എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു.
പിന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഹാലേലിയ. പക്ഷെ നമ്മുടെ ചിന്ത മാറുന്നില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മുടെ വിഷയങ്ങൾ, നമ്മളെപ്പോഴും ഹാലേലിയ നമ്മുടെ പ്രാർത്ഥനാ ശ്രമിച്ച് നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുടുംബം, നമ്മുടെ എന്താ പറയാ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന കൂട്ടുവിശ്വാസികളെ, നമ്മുടെ സഭ, ഇതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അങ്ങനെ ഇവരൊക്കെ നമ്മുടെ മുന്നേ ഉള്ള ഹാലേലിയ പിതാക്കന്മാർ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ രക്ഷ അറിയാൻ പറ്റുമായിരുന്നു. നമ്മളുടെ അടുക്കിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം എത്തുമായിരുന്നു. നമ്മളെപ്പോലെ സ്വാർത്ഥരായിരുന്നു. ഹാലേലൂയ. നമ്മളിപ്പോഴും ഹാലേലൂയ, നമ്മൾ കുറെ ആൾക്കാർ, നമുക്ക് സ്നേഹമുള്ള ഇഷ്ടമുള്ള ആൾക്കാരുടെ വിഷയങ്ങൾ എടുത്ത് വെച്ചൊക്കെ നമ്മൾ പോരാടിയൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്. കാരണം അവരുടെ വിഷയങ്ങളൊക്കെ എടുത്ത്. പക്ഷേ ഞാൻ പറയാം, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ പറയാം, ഒരു വിശ്വാസി തന്നെ ഹാലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ മക്കളുടെ ആരെന്നെ എടുക്കുക, നമ്മളെ മക്കളെ അവര് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. ഹാലേലൂയ. ഇത് നിങ്ങളൊരു നല്ല ആത്മീയനെ സൃഷ്ടിക്കുകയല്ല, അവരുടെ ആത്മജീവിതത്തെ നിങ്ങൾ കെടുത്തുക ചെയ്യും. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഹാലേലൂയ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ എന്നെ താമസ സിസ്റ്റർ അവരൊക്കെ കൂടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് എന്നെ പ്രൊട്ടക്ട് ചെയ്യും തോറും ഹാലേലിയ ഞാൻ പ്രാർത്ഥിച്ച് കയറാതിരിക്കുന്ന മേഖലകളുണ്ട്. അപ്പൊ എനിക്കത് എഫക്റ്റ് ചെയ്യത്തില്ല അധികമായിട്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാത്തതിന്റെ ആ ഒരു എഫക്റ്റ് വളരെ വലുതായിട്ട് വരത്തില്ല. കാരണം എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാലേലിയ ഞാൻ എന്റെ പ്രാർത്ഥന ലൈഫിൽ കീറുകയല്ല ചെയ്യുന്നത്, അതിനുള്ളിൽ ഞാൻ കംഫർട്ട് സോണിൽ പോലെ അങ്ങിരിക്കും. അതിന് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഹാലേലിയ ചില വെല്ലുവിളികൾ വരികയാണെങ്കിൽ, പൈശാചിക മണ്ഡലത്തിന്റെ ദൈവത്തിൽ ഹാലേലിയ അവര് നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ അവര് ബലം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് തോന്നി, നമ്മൾ അറിയാണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഓവറായി പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമില്ല. കാരണം അവരുടെ പ്രാർത്ഥനാ ലൈഫിനെ ഹാലേലിയ നമ്മൾ വളർത്തിയല്ല തളർത്തിയേ ചെയ്യും. ഹാലേലിയ. ഞാൻ എപ്പോഴും ഹാലേലിയ, അതുകൊണ്ട് നമ്മുടെ മക്കളോട് വിളിച്ച ആദ്യം പ്രാർത്ഥിച്ചോ ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ ബൈബിൾ വായിച്ചോ, ഹാലേലിയ ഇത് ചോദിക്കും. കാരണം ഇത് അവരെ കൊണ്ട് ചെയ്യിക്കണം. കാരണം കുഞ്ഞുങ്ങൾ ഒരിക്കലും ഹാലേലിയ സ്വന്തമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. കാരണം ചെയ്യും അവർ 5 മിനിറ്റ്, അവരുടെ പ്രാർത്ഥന എപ്പോഴും നമുക്ക് 2 മിനിറ്റ് 5 മിനിറ്റ് ഇതൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷേ അവരെ പ്രാർത്ഥിക്കാൻ നമ്മുടെ കൂട്ടുവിശ്വാസി അങ്ങനെ തന്നെ ചെയ്യണ്ടേ. ഞാനെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ഈ ഗ്രൂപ്പില് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ളവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന നന്നായിട്ട്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് സ്തോത്രം ചെയ്ത് അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞെഴുതാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരെ കൂടെ ഇരുത്തി തന്നെ പ്രാർത്ഥിക്കണം. കാരണം അവര് നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ശരിക്കും, അല്ലാത്ത സമയത്ത് ഞാൻ എത്ര വായിട്ട് അലച്ചാലും ദൈവത്തിന്റെ അറിവൊന്നും വെളിപ്പെടുത്തത്തില്ല. അച്ഛൻ അവര് നമ്മളോട് കൂടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുവരെ വെളിപ്പെടാത്ത വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് കാണും. എന്താണ് അവരുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് അത് നമുക്ക് കാണാൻ കഴിയും. ഹാലേലിയ. അല്ലെങ്കിൽ വെളിപ്പെടും ദൈവം എവിടെയാണ് അവർക്ക് വിടുതൽ പ്രയത്നം അത് അറിയാൻ കഴിയും. ഹാലേലിയ. ഇല്ലാതെ നമ്മൾ ഹാലേലിയ എത്രയൊക്കെ ഇരുന്നാലും ഹാലേലിയ അത് വെളിപ്പെടുമെന്ന് ഞാൻ പലപ്പോഴും വെളിപ്പെടാറില്ല. ഹാലേലൂയ. അപ്പം നമ്മൾ പലപ്പോഴും ഹാലേലൂയ ഞാൻ കഴിഞ്ഞ ദിവസം നല്ല സാറാമോസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഹലബിളബിള സംസാരിച്ച് പറഞ്ഞു, വെളിപ്പാടുകളും ദർശനങ്ങളും ഹാലേലിയ ദൈവത്തിന്റെ അരുളപ്പാടുകളും തിരിച്ചറിയണം നമ്മൾ ഈ ദിവസങ്ങളിൽ. ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ജഡികമായിട്ടുള്ള ഹാലേലിയ സംസാരങ്ങൾ, അല്ലെങ്കിൽ ഹാലേലിയ പൈശാചികമായിട്ട് നമ്മളോട് ഇടുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയാൻ വിവേചിക്കാൻ പഠിക്കണം. ഈ കാലഘട്ടത്തിൽ ജനത്തിനില്ലാത്ത ഒറ്റ കാര്യം വിവേചനപരമില്ലാത്തതാണ്. എന്ത് കേട്ടാലും ഹാലേലിയ അത് എവിടെ നിന്ന് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം റിസീവ് ചെയ്യാവൂ. അത് ദൈവദാസന്മാരുടെ പറയുന്ന ആലോചനയാകട്ടെ, മറ്റാരെങ്കിലും പറയുന്ന വെളിപ്പാടുകളാകട്ടെ, ദർശനങ്ങളാകട്ടെ, ദൈവശബ്ദമാകട്ടെ, ഇത് എന്ത് കേൾക്കുമ്പോഴും ഇത് എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വന്നു എന്ന് തിരിച്ചറിയണം. പലപ്പോഴും പലരും നമ്മൾ വന്നിരുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ പറയാതിരുന്നേ എങ്ങനെ വിചാരിക്കുന്നു വെച്ചാൽ മാനുഷ്യമായി പറയുന്ന ശബ്ദങ്ങളുണ്ട്, മാനുഷ്യമായി പറയുന്ന ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് വിവേചിച്ച് തന്നെ റിസീവ് ചെയ്യാവും. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. കാരണം വെച്ചാൽ പലപ്പോഴും പല ദൈവിക ആലോചന എന്ന് പറഞ്ഞാൽ അവിടെ നേരെ വരുന്ന ആലോചനകൾ അതാകും ഇതാകും, ആന കിട്ടും ചേന കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയത്തെ എടുത്തു വെച്ച് വിഗ്രഹമാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളതല്ല.
അല്ലെ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ നമ്മുടെ എന്താ പറയാ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവും ദൈവവും മഹത്വമുള്ള പിതാവേ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിനെ വെളിപ്പാട് ആത്മാവിനെ. അപ്പൊ തന്നെ കുറിച്ചുള്ള, അപ്പൊ ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം നമുക്ക് വേണം. നമുക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണം. അതിനായിരിക്കണം ആദ്യമായി പ്രാർത്ഥിക്കണ്ടേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന സമയത്ത് വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ദൈവം എനിക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 5 സബ്ജക്റ്റിനെ കുറിച്ച് നേരത്തെ പല പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യമേ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ച വിഷയം വിശ്വാസത്തെ കുറിച്ചായിരുന്നു. രണ്ടാമത് വിശുദ്ധിയെ കുറിച്ചായിരുന്നു. മൂന്നാമത് നിങ്ങൾ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് വിവേചന വരം നിങ്ങൾ ഉണ്ടാകണം. കേൾക്കുന്നത് വിവേചിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. കാരണം എവിടുന്നാ വരുന്നത് വെച്ചാൽ അത് പുളിച്ചതാണോ നല്ലതാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള സബ്ജക്റ്റ് ദൈവം എനിക്ക് തന്ന കാര്യം. കാരണം ഇത്രയും ചെയ്തിട്ട് വേണം നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കാം. വിശ്വാസവും ഇല്ല, വിശുദ്ധിയില്ല, വെളിപ്പാട് മീൻസ് എന്താ പറയാ, നമുക്ക് വിവേചനപരവും ഇല്ല. നമ്മൾ വചനത്തെ അങ്ങ് ഫോക്കസ് ചെയ്ത് വചനം അനുസരിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അങ്ങ് എത്തത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വചനം എപ്പോഴും വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്നു. നമ്മൾ വചനത്തോട് ഭയങ്കര ഇഷ്ടം കാണിക്കുന്നു, എല്ലാം വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. എല്ലാം ചെയ്താലും ഹല്ലേലൂയ ഈ 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ പോയി. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത് വിവേചനപരമാണ്. നമ്മൾ കാണുന്ന കേൾക്കുന്ന നമ്മളോട് നമ്മളുടെ അടുക്കിലേക്ക് വരുന്ന പലതും വിവേചിക്കും. ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ ഒരു ആത്മീയനെ കണ്ടാൽ തന്നെ നമുക്ക് ആത്മീയ സകലത്തെയും വിവേചിക്കുന്ന അത് നമുക്ക് തന്നേക്കുന്ന. അപ്പൊ അതിനെന്താ വേണ്ട, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മനുഷ്യ ബുദ്ധി കൊണ്ട് വിവേചിക്കരുത്. ചില ആൾക്കാർക്കുണ്ടല്ലോ, ഒരാളെ കാണുമ്പോൾ മുൻവിധിയോടോ ഇവരല്ലേ, അല്ലെ ഇവരങ്ങനല്ലേ, ഇവരിങ്ങനല്ലേ. നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിന്, ഇവിടെ പറഞ്ഞ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന് നിങ്ങൾക്ക് തരേണ്ടതിനും നമ്മുടെ ഹൃദയം, എന്നിട്ട് അത് കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഈ ഹൃദയദൃഷ്ടി എന്തിനാ നമ്മുടെ വിളിയുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഇന്നതാന്ന് എനിക്ക് തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഇന്നതാന്ന് എനിക്ക് തിരിച്ചറിയണം. ദൈവം എന്നെ കൊണ്ട് കാണുന്ന സ്വപ്നം ഇന്നതാണെന്ന് എനിക്ക് തിരിച്ചറിയണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞതുപോലെ നമ്മൾ യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോ യോസഫിന്റെ ജീവിതത്തില് പ്രമാണമില്ലാത്ത കാലം, ദൈവത്തിന് ആത്മാവ് കൂടെ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി നിന്ന് യോസഫിന്റെ സമയത്ത് പ്രമാണം കൊടുത്തിട്ടില്ലല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പൊ ഇത് തെറ്റാണ് ശരിയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. എത്ര ഭാര്യമാർ എത്ര വെപ്പാട്ടിമാരും ആകാമെന്ന കാലഘട്ടത്തിലാണ് ജോസഫ് ജീവിച്ച്. എന്നിട്ടും പോത്തിഫറിന്റെ ഭാര്യ യോസഫിന്റെ അടുക്കിലേക്ക് ചെന്നപ്പം ദൈവത്തോടും യജമാനോടും തെറ്റ് ചെയ്യാൻ പാടില്ല ഓടി അവിടെ നിന്ന് പാപത്തിൽ നിന്ന് ഓടിയാകുന്നു. പ്രമാണം ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു ആത്മാവ് സ്ഥിരമായി വന്ന് വസിക്കാത്ത, അല്ലെങ്കിൽ ആത്മാവ് കൂടി ഉണ്ടെന്ന് പെടാത്ത കാലഘട്ടത്തിൽ പോലും ആയിരുന്നെങ്കിൽ ഇന്ന് ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ആയിരിക്കുന്ന, നമുക്ക് കൃത്യമായ ദൈവം ചട്ടങ്ങളും പ്രമാണങ്ങളും തന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്ര പേര് വിശുദ്ധിക്ക് വേണ്ടി ഇതുപോലെ ചിലരുടെ അടുത്ത് ഓടി മാറാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനോട് ഉള്ളിലിരുന്ന് പലതും പറഞ്ഞു തരുമ്പോൾ പോലും അതിനെ നമ്മൾ അതിനെക്കാട്ടി ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഫോക്കസ് കൊടുക്കുന്നു. നമ്മൾ തമ്മിൽ കലഹിക്കാൻ ഇന്ന് ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് നടക്കാൻ, ഇന്ന് ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇന്ന് പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനായിട്ട്, കുറവുകൾ പറയാനായിട്ട് ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇല്ലേ? ഞാൻ പലപ്പോഴും പറയുന്ന കണക്ക്, അയ്യോ അവരോടെല്ലാം ഞാൻ ക്ഷമിച്ച സിസ്റ്റർ, ഇനിയിപ്പൊ എനിക്ക് ആരോടും ഒരു വിരോധമില്ല. ആ പേര് കേൾക്കാൻ മോന്തര ഭാവി ലക്ഷണം മാറും. കാരണം മറ്റുള്ളവരെല്ലാം കാണുമ്പോൾ നമ്മൾ തുറന്ന് ചിരിക്കാൻ പറ്റും, അവരെ കാണുമ്പോൾ നമുക്ക് ചിരി വരുത്തില്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരോടുള്ള കയ്പും ദേഷ്യം മാറിയിട്ടില്ലെന്നുള്ള അടയാളമാണ്. പറയുമ്പോൾ നമ്മളോട് എനിക്ക് ആരോടും ഒരു വിരോധമില്ല, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. ഹല്ലേലൂയ. അങ്ങനെ കഴിയുന്നില്ല.
സഹോദരങ്ങളോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും കൂട്ടുവിശ്വാസികളാണ് ദൈവദാസന്മാരോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല, ഓർക്കാൻ കഴിയുന്നില്ല. അല്ല, ഇന്ന് നമ്മുടെ ഉള്ളിൽ കയ്പും പ്രതികാര മനോഭാവം ചിലപ്പോൾ നമുക്ക് ശരി അവർ നശിച്ചു പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എവിടെയോ ക്ഷമിക്കാൻ പറ്റാത്ത വണ്ണം കിടക്കുന്ന ചില ഹാലേലിയ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പം ആ ശത്രുവിനൊരു ആപത്ത് പറ്റിയെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവരോടുള്ള കയ്പും വെറുപ്പും കിടക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ആകത്തില്ല. കാരണം ചിലപ്പോഴൊക്കെ പറഞ്ഞില്ല അവർക്ക് അവിടെ ഒരു ഇത് പറ്റി അത് പറ്റിയതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു, അത് ഇന്നതുകൊണ്ട് ദൈവ ശിക്ഷിച്ച് ഇത് പറയാറുണ്ട്. കാരണം അങ്ങനെ നമ്മൾ പറയുന്നെങ്കിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ല. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത് മാതൃക നമ്മുടെ ഉള്ളിലില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിനെ ഹാലേലിയ. ആമേ. ക്രൂശിച്ചവരെ ഹാലേലിയ. ആമേ. അടിച്ച് മുറിവേൽപ്പിച്ച് അത്രത്തോളം പീഡകളിലൂടെ കടന്നു കൊണ്ടുപോയി ആരെയും കർത്താവ് ഹാലേലിയ അവർക്ക് ശിക്ഷ തരണമേ എന്ന് പ്രാർത്ഥിച്ചില്ല, പറഞ്ഞില്ല, അതിൽ സന്തോഷിച്ചില്ല. ഹാലേലിയ. അപ്പോഴും നമുക്കറിയാം ഹാലേലിയ. ആമീൻ. ഹാലേലിയ. ആ കാൽവരി ക്രൂശി കിടന്നിട്ട് പോലും ക്രൂശിച്ചു കൊണ്ടിരുന്ന കള്ളന്മാരിൽ ഒരുവൻ ഹാലേലിയ. ആദ്യം അവരും അങ്ങനെയൊക്കെ ഡയലോഗ്, പക്ഷെ രണ്ടാമത്തെ കള്ളൻ ഹാലേലിയ പറഞ്ഞപ്പോ തന്നെ ഹാലേലിയ അവനും അവിടെയും ഒരു ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തത്. ഹല്ലേലൂയ. ചരിത്രം പറയുന്നുണ്ട്, എനിക്കറിയില്ല, വേദപുസ്തകം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് ഒരു പട്ടാളക്കാരന് അന്ധനായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിൽ നിന്ന് രക്തവും വെള്ളം ഒഴിയപ്പോ അത് വീണിട്ട് അയാൾക്ക് കാഴ്ച ലഭിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അത്രത്തോളം കാൽവരി ക്രൂശി കിടക്കുമ്പോഴും മറ്റുള്ളവരുടെ സൗഖ്യവും രക്ഷയും ഒക്കെയാണ് കർത്താവ് ഫോക്കസ് ചെയ്തത്. നമ്മളിവിടെ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്തത്? ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുന്നത് എന്നിട്ട് അടുത്ത് പറയുന്നേ നമ്മളെ അവന്റെ വിളിയാൽ ആശയില്ലെന്നും വിശുദ്ധമാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇല്ലെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്ത് വ്യാപാരത്തെ നമുക്ക് വേണ്ടി അവന്റെ അളവറ്റ ശക്തി വലിപ്പം ഇല്ലെന്നും തിരിച്ചറിയുന്നതിനായിട്ട് 2-3 കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥന. നമുക്ക് ദൈവത്തെ കുറിച്ച് ഞാനും വെളിപ്പാടൊക്കെ നമ്മൾ വന്ന നമ്മുടെ ഹൃദയദൃഷ്ടി ഈ പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താ പറയാ, വിശുദ്ധമാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലുപ്പം ഇന്നതെന്ന്. ആ ദൈവത്തിന്റെ ശക്തിയെ പറഞ്ഞ അത്യന്ത ശക്തി, അതിന്റെ പറഞ്ഞ അളവറ്റ വലിപ്പം, അളന്നുകൂടാൻ കഴിയാത്ത ഒരു മഹാശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധനൊക്കെ അറിയണം. നമ്മള് അവിടെ പറഞ്ഞ അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ, അപ്പൊ നമുക്ക് ദൈവം വെച്ചിരുന്ന അവകാശം തിരിച്ചറിയുന്നത്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയെ വലിപ്പം അറിയേണ്ടത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ആ വലിപ്പത്തെ കുറിച്ച് പിന്നെ എടുത്തു പറയുന്നത് ക്രിസ്തുവേശുവിലും വ്യാപരിച്ച് മനുഷ്യരെ ഉയർപ്പിച്ച ശക്തി. അത്യന്ത ശക്തി ഏതാ? നമ്മുടെ പരിശുദ്ധാത്മ ശക്തിയാണ്. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത് ലിമിറ്റ് വെച്ചിട്ടല്ല. അളവറ്റ ശക്തിയാണത്. ഹാലേലൂയ. ആമേൻ. കല്ലറകളെ തുറക്കാൻ കഴിയുന്ന, ചങ്ങലകളെ പൊട്ടിക്കാൻ കഴിയുന്ന, ഹാലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ഹാലേലൂയ. ആമേൻ. സ്തോത്രം. എത്ര പാഴും ശൂന്യമാണെങ്കിൽ അതിനെ ഹാലേലൂയ. ആമേൻ. അതിനെ വീണ്ടും പണിതെടുക്കാൻ കഴിയുന്ന ശക്തിയാണ്. ഹാലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ശക്തിയാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി, അത്യന്ത ശക്തി. അത് നമുക്ക് വേണ്ടി വ്യാപരിക്കുക അളവറ്റ വലിപ്പമാണ്. ഹാലിന്റെ അതിന് ലിമിറ്റേഷൻ വെച്ച് അളവ് വെച്ചിട്ടല്ല. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക എങ്ങനെയാണ്? നമ്മൾ ചോദിക്കുക അളവ് കൂടാതെ നമുക്ക് തരുമെന്നുള്ള പരിശുദ്ധാത്മാവിന് മാത്രം. അപ്പൊ അളവറ്റ ശക്തിയെ കുറിച്ചൊരു തിരിച്ചറിവ് നമുക്ക് വേണം. എഫെസ്യരിൽ തന്നെ വീണ്ടും എടുത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി എവിടെ? ഈ മൺകൂടാരങ്ങളാണ്. നമ്മൾ ചോദിക്കുന്ന നിനക്ക് അത്യന്തപരം ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തികൾ കഴിയുന്നതല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നിനക്കുന്നതിലും അത്യന്തപരം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുന്നത് പുറത്ത് നാല് വന്ന് ചെയ്തു തരുമെന്നല്ല പറഞ്ഞേക്കുന്നത്. പണ്ടൊരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പറയും പുതിയ കിട്ടി വരട്ടെ, പുതിയത് വരട്ടെ, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ താഴെ ഇട്ട് തരുമെന്ന് പറഞ്ഞു. ഹാലയില്. കാരണം വണ്ടിയൊക്കെ നമ്മള് കാറുകളൊക്കെ കണ്ടിട്ടില്ല, ഉണ്ടാക്കുമ്പോൾ അതിന് സ്പെയർ പാർട്സും കൂടെ കാറിന്റെ കമ്പനികൾ ഉണ്ടാക്കുന്ന കണക്ക് നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കുറച്ച് സ്പെയർ പാർട്സ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാലേലിയ അപ്പം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരുമെന്ന്. ഹാലേലിയ. അങ്ങനെയൊന്നും അല്ല. നമ്മൾ പറഞ്ഞാൽ ഹാലേലിയ ഇല്ലാത്തത് സൃഷ്ടിക്കപ്പെടും.
കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഹാലേലിയ അത് ഉണ്ടാകുന്നെങ്കിൽ ഹാലേലിയ ഒരു അവയവം ഹാലേലിയ കഴിഞ്ഞു പോയി ഹാലേലിയ ഇനി അത് ശരീരത്തിൽ ഇല്ല, ഡാമേജ് ആയിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവിടെ പുതിയ സൃഷ്ടിക്കപ്പെടും. എങ്ങനെയാ പറയുന്നത്? നമ്മുടെ വാക്കിലല്ല സൃഷ്ടിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ ശക്തി, എന്നിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ കർത്താവ് യേശുക്രിസ്തു ഉയർപ്പിക്കുകയും സ്വർഗത്തെ ദൈവത്തെ വലതുഭാഗത്തിരിക്കുക എല്ലാ വാഴ്ചയ്ക്ക് അതേ കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രം വരുമാനം വിളിക്കപ്പെട്ട സകലത്തെ അത്യന്തം മീതി ഇരുത്തുകയും സർവ്വം അവന്റെ കാൽക്കീഴ് അവനെ സർവ്വത്തിന് മീത് തലയാക്കി എല്ലാറ്റിലും എല്ലാം നിരക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുക. അപ്പൊ സഭയുടെ ഇമ്പോർട്ടൻസും കൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഭാഗമല്ല ചിന്തിച്ചത്. നമുക്ക് ചിന്തിക്കാനുള്ള നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വന്നാൽ, നമുക്ക് ജ്ഞാനത്തിന് വെളിപ്പാട് ആത്മാനം ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മളെ കുറിച്ച് വിളിയുള്ള ആശ ഇന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മളെ കുറിച്ച് വിളിച്ച ധർമ്മസ്ഥ, നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവാചിയായി, ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങൾ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ അയ്യോ ഞാൻ ഏതാണ്ട് കുറച്ചുകൂടെ പ്രാർത്ഥന, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ആയി തീരാൻ പറ്റുമെന്ന് നമുക്ക് ബുദ്ധി ലോകപരമായിട്ട് നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ എങ്ങനെയും ഒക്കെ അവിടെ എത്താൻ കഴിയും. പക്ഷേങ്കില് ദൈവത്തിനെ നമ്മളെ കുറിച്ച് വലിയ ആശ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെട്ടികമായിട്ടല്ല അത് നേടിയെടുക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി ദൈവം ആ മഹിമ അവകാശം എന്താണെന്ന് തിരിച്ചറിയണം. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ് തിരിച്ചറിയണം. നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും എന്താ പറയാ? അവൻ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അപ്പൊ അധികാരം ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അധികാരം കിട്ടിയിട്ടല്ലേ? ഇനി കിട്ടുമോ? കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ദൈവമക്കളാ. നാം ദൈവമക്കൾ വേണ്ടി പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി, അങ്ങനെ തന്നെ ആകുന്നു നാം. ഇനി ആകുമെന്നല്ല, അങ്ങനെ തന്നെ ആകുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്, നമ്മൾ അധികാരമുള്ളവരാണ്. മക്കളാവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എഴുതേക്കുന്നത്. അപ്പൊ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട് ഓൾറെഡി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആ അധികാരം നമുക്ക് തന്ന ആ അധികാരം നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി വലിപ്പം നമ്മൾ അറിയണം. പരിശുദ്ധാത്മ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഹാലേലൂയ നമ്മൾ വിചാരിക്കും അയ്യോ നമുക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല, നമുക്കതിന് കഴിയത്തില്ല. അല്ലെങ്കിൽ പറയുന്നുണ്ട് ഒരു തലവേദന, ആ സിസ്റ്ററെ പ്രാർത്ഥിക്കുക, അപ്പൊ തന്നെ പ്രാർത്ഥിക്കും. ഒരു ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണെന്ന് നമ്മളൊന്നും മടിക്കുന്നത്, അത്ര ശക്തിയൊക്കെ എനിക്കുണ്ടോ ഇതായിരിക്കും ചിന്തിക്കുന്നത്. ഹാലേലൂയ. പക്ഷെ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് നമ്മുടെ ശക്തിയിലല്ല അത് സംഭവിക്കുന്നതെന്നും നമ്മുടെ കഴിവിലല്ല, ദൈവത്തിന്റെ അത്യന്ത ശക്തിയാലാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി നമുക്ക് ഒരു ഭയം ഉണ്ടാകരുത്. പല ആൾക്കാർക്കും ഹാലേലൂയ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ഒരു ഹല്ലേലൂയ അത് ദുരാത്മ ശക്തികൾ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ വന്ന് എല്ലാവരും ഒന്ന് ഭയപ്പെടും. ഹാലേലൂയ. കാരണം എന്താ? അത് വെളിപ്പെട്ട് നിൽക്കുമ്പോ അയ്യോ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു പോവും, നമുക്ക് അത്രയും വലിയ പവറൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? എന്റെ സാരാംശങ്ങൾ പറഞ്ഞാൽ പോവും. കാരണം നിങ്ങളുടെ ശക്തിയിലല്ല അതവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുക അത്യന്ത ശക്തിയാണ് സംസാരം, അത് അത്യന്ത ശക്തിയാണ് പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞ ദുരാത്മാ പോകും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് മാത്രം നമ്മൾ പറയാൻ യോഗ്യരാണ്, നമുക്ക് ഉള്ളിലൊരു ബോധ്യം വരണം. അല്ല നമുക്ക് ശക്തി ഉണ്ടോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അത് പറയാനായിട്ട് കേപ്പബിൾ ആണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ. ഹല്ലേലൂയ. അശുദ്ധി വെച്ചുകൊണ്ട് കള്ളത്തരങ്ങളും തട്ടിപ്പും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ലാത്ത ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കാതിരുന്നിട്ട് ഹല്ലേലൂയ തോന്നുന്ന പോലെ നടന്നിട്ട് പോയെന്ന് പറയാൻ നിൽക്കും. അങ്ങനെ പറഞ്ഞാലാണ് ചിലപ്പം അടി വാങ്ങിക്കൊണ്ട് പോരുന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന പൗലോസിന്റെ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പവും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഹല്ലേലൂയ അതോറിറ്റി എന്നാണ് തിരിച്ചറിയാനാണ് പ്രാർത്ഥന. ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വളരെ ഇമ്പോർട്ടന്റ് ആയി ഈ പ്രയർ. കാരണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഹല്ലേലൂയ എവിടെയൊക്കെ കുടുങ്ങി കിടക്കും. ആരെങ്കിലുമൊക്കെ വരട്ടെ, പ്രാർത്ഥിക്കട്ടെ, വിടുവിക്കട്ടെ, ഹല്ലേലൂയ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനെയൊക്കെ കാട്ടി ഉപരിയായിട്ട് ഹല്ലേലൂയ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഈ അളവറ്റ ശക്തി ഇന്നതാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അതിനകത്ത് എഫേസ്യ ലേഖനത്തിന്റെ 3:14-21 മാത്യു സിസ്റ്റർ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു.
അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. 20-ാം വാക്യം പറയും, എന്നാൽ നാം ചോദിക്കുന്നത് നനയ്ക്കുന്ന അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ചോദിക്കുന്ന നിനക്ക് അത്യന്തപരമായി ചെയ്യുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ശക്തി വ്യാപരിക്കുന്നു എന്നനുസരിച്ചിരിക്കുന്നു നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ മറുപടി ലഭിക്കുന്നു. അതുകൊണ്ടാ ആമേ കർത്താവേ യേശുക്രിസ്തു പറഞ്ഞത് ഹല്ലേലൂയ, ആമേ മക്കളപ്പം ചോദിച്ചാ കല്ല് കൊടുക്കുമോ, പാമ്പിനെ ചോദിച്ചാൽ തേളിനെ അല്ല എന്താ പറയാ മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ, മീൻ ചോദിച്ചാൽ പാമ്പിനെ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, ആമേ ദോഷികളാ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം തന്നോട് യാചിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നൽകും. ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ ഒരിക്കൽ ചിന്തിച്ച് ഞാൻ പറഞ്ഞ സാറമ്മ സിസ്റ്റർ ഇപ്പം പറയാണ്, കർത്താവ് എനിക്കൊരു ജോലി വേണം, പരിശുദ്ധാത്മാവിനെ തരും. കർത്താവ് എനിക്ക് ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പരിശുദ്ധാത്മാവിനെ തരും. ഹല്ലേലൂയ എനിക്ക് ഇവിടെ നിൽക്കുന്നിടത്ത് ഹല്ലേലൂയ എനിക്ക് ആത്മാക്കളെ നേടും, പരിശുദ്ധാത്മാവിനെ തരും. കാരണം എന്ത് ചോദിച്ചാൽ നമുക്ക് ദൈവം തരുന്ന ഒരേ ഒരു കാര്യം പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും തന്നെ പരിശുദ്ധാത്മാവ് കുറെ ഉണ്ടെന്നല്ല പറഞ്ഞേ, ആ ശക്തി നമ്മളിലേക്ക് അധികമായി വന്നു. ആ ശക്തി നമ്മളിലേക്ക് വരുമ്പോഴാണ്, അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചുള്ള ഭാഗം തന്നെയാണ് അതും. ഹല്ലേലൂയ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഏക വാഗ്ദത്തം, ഒരൊറ്റ വാഗ്ദത്തമേ പുതിയ നിയമ വിശ്വാസികൾ, ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. സകലം നമുക്ക് അബ്രഹാമിന്റെ ക്രിസ്തുവേശ ജാതികളെ നമുക്ക് ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്താൽ പ്രാപിപ്പാൻ തന്നെ നമുക്ക് ആത്മാവെന്ന വാഗ്ദത്തത്താൽ വേണം അബ്രഹാമിനോട് തുടങ്ങിയിട്ടുള്ള സകല വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. അതെല്ലാം നമ്മൾ അവകാശികളാണ്. പക്ഷെ എത്രത്തോളം പ്രാപിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശക്തി ധരിക്കുന്നു, ശക്തി പ്രാപിച്ചെടുക്കും, അത്രത്തോളമാണ്. യേശു കർത്താവ് പോലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാ മുള്ളി വന്നപ്പോ ആദ്യം നടത്തി മരുഭൂമിയിലേക്ക്, ആദ്യം നടത്തി സ്റ്റേജിലേക്കല്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് പോയി മൈക്കെടുത്ത് പ്രസംഗിക്കുകയല്ല ചെയ്ത്, മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ നമ്മൾ കാണുന്നേ, അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത്രയും 40 ദിവസവും അങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ പരിശുദ്ധാത്മ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില പൈശാചികമായിട്ടുള്ള പരീക്ഷകൾ കടന്നു വരും. ഇതുവരെ ഇല്ലാത്ത പരീക്ഷകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മ വന്ന എല്ലാ ശക്തിയൊക്കെ വന്ന് ഇനിയിപ്പോ നമ്മൾ ഭയങ്കര സംഭവമായി മാറുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും അല്ല. പരിശുദ്ധാത്മ എങ്ങനെയാ നമ്മളെ പിശാചിനാൽ പരീക്ഷകൾ നമ്മളെ നടത്തി? എന്തുകൊണ്ടാ? ഈ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമ്മൾ കരുത്തരായി മാറത്തുള്ളൂ. ആമേൻ. അപ്പൊ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്താനല്ല, നമ്മളെ കരുത്തരാക്കാനാണ് ദൈവം ആഗ്രഹം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ചുരുണ്ടോടി തളർന്നു പോകും. ആ പരീക്ഷ പരിശുദ്ധാത്മാവ് നടത്തി പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ഉപവാസം തികച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിശാച് നേരിട്ടും കൂടെ ചെന്നു. അപ്പൊ അവിടെ പോയി 40 ദിവസം പ്രാർത്ഥിച്ച് നല്ല പ്രാപിച്ചൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പൊ പിശാചത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക പരീക്ഷയുമായിട്ട്. ഇതുപോലൊക്കെ നമ്മള് ഒരു 3 ദിവസം 7 ദിവസം 21 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലമൊക്കെ ധരിച്ചും കൊണ്ട് ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും വരുന്ന ഹല്ലേലൂയ എന്താ പിശാച് നമ്മുടെ മുമ്പിലേക്ക് ആരിലൂടെയെങ്കിലും വെളിപ്പെട്ട് വന്നു നിന്നിട്ട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും മോശം ചെയ്ത പോലെ കൽപ്പലയെ തല്ലി എറിഞ്ഞുടച്ച പോലെ പലപ്പോഴും ഹല്ലേലൂയ അവിടെ എറിഞ്ഞുടച്ച് കളയുന്ന മനോഭാവം. സാറാംശം ഭയങ്കര ചിരി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ദേവദാസനോട് പറഞ്ഞ കാര്യം കൊടുക്കാൻ, പുള്ളി ഫോട്ടോ എടുത്തിട്ടേ ഇല്ല. പുള്ളി ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത് എൻ്റെ കൂടെ കേട്ടോ. ഒത്തിരി പേര് ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത് എൻ്റെ ഫോട്ടോ എടുക്കല്, ഫോട്ടോ ഉപവാസം കണ്ടു. നമ്മുടെ സിസ്റ്റർ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഉപവാസം. അതുപോലെ
അവിടെ ദുബായിൽ ഹാലയിലെ ഒരു ഗോഡ്സൺ മിനിസ്ട്രി അടുത്ത സിസ്റ്റർ അവരൊക്കെ പുള്ളിക്കാർ 40 എടുത്തിട്ടില്ല. വർഷങ്ങളായിട്ട് വിശ്വാസത്തിന്റെ 21 ഒത്തിരിയാണ്. പക്ഷെ പോട്ടപ്പം എന്റെ 40 എടുക്കൽ കണ്ട് ആഗ്രഹം തോന്നി. എന്റെ കൂടെ അവരും 40 എടുത്ത് ആദ്യമായിട്ട് 40 ഉപവാസ പ്രാർത്ഥന കുറെ പേരുണ്ട് എന്നോട് 40 ഇരുന്നവർ. അല്ല, അപ്പൊ ആ ദിവസം പറഞ്ഞ് പണ്ട് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം 40 ഇരിക്കണം. അങ്ങനെ ഇരുന്ന് പുള്ളി 21 വരെയൊക്കെ എപ്പോഴേ, പക്ഷെ ഇരുന്ന് 30, 31, 33 അങ്ങനെ വന്ന് മുമ്പോട്ട് വന്ന് ഏതാണ്ട് 39ാമത്തെ ദിവസം എന്നിട്ട് ഈ ഉപവാസ പ്രാർത്ഥന എന്തോ ചർച്ചിലേക്ക് ഉപവാസ പ്രാർത്ഥന നടത്താനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓട്ടോറിക്ഷയെ കയറ്റിയിട്ട് ഹാലേലുയ അവിടേക്ക് വന്നു കഴിയുമ്പോ ഓട്ടോറിക്ഷക്കാരൻ ഹാലേലുയ ഈ പുള്ളിയായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി. പുള്ളി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചൂടായി വഴക്കൊക്കെ ഉണ്ടാക്കി. ഹാലേലുയ പറയാ അത്രയും ദിവസം ഉപവസിച്ചത് അവിടെ കൊണ്ട് പോയി കിട്ടിയെന്ന്. ഹാലേലുയ. കാരണം വെച്ചാ ഭയങ്കര ഫൈറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ 40 ഇരിക്കാത്തൊരു ഇരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സാധാരണ ഉപവസിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉപവാസം തയ്ക്കാൻ പറ്റത്തില്ല. എന്തിനാ 40 എടുക്കുമെന്ന് പറയുമ്പോഴേ മിക്കവാറുള്ള എന്റെ 40 ഉപവാസം നേരത്തെ പറയുകയാണെങ്കിൽ തലേ ദിവസം ആകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഛർദ്ദിലും മറ്റും മറിച്ച് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പൊ പലരും എന്നോട് പറയും നാളെ മുതൽ ക്രിസ്തു ഉപവസിക്കണ്ടെന്ന്. അപ്പൊ ഞാൻ പറയും നമുക്ക് ജീവൻ ബാക്കിയുണ്ട്, നമുക്ക് ഉപവസിക്കാം. ഹാലേലൂയ. അന്നൊക്കെ ഭയങ്കര ഇങ്ങനൊന്നും അല്ല, അന്നൊക്കെ ഭയങ്കര സ്ട്രോങ് വിശ്വാസിയായിട്ട്. ഹാലേലൂയ. തീഷ്ണത ഭയങ്കര. അപ്പം എന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കും. അവർ ഉപവാസം തുടങ്ങിയത് 2-3-4 ദിവസത്തേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. എങ്ങനെ ഇതിൽ നിന്ന് നമ്മളെ പുറത്ത് ചാടിക്കാം എന്ന് നോക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ശക്തിപ്പെട്ട് കരുത്ത് പ്രാപിച്ചു കഴിയുമ്പോൾ ഇനി 40 എത്തുമ്പോൾ നിർത്താൻ തോന്നുന്നു. 40 എത്തിയിട്ട് പിന്നെ വീണ്ടും 10 ദിവസം എക്സ് ഞാൻ 50 വരെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ദൈവത്തിന്റെ പലപ്പോഴും നിങ്ങൾ 40 എപ്പോ ഇരുന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റാൽ ഞാൻ പറയും നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് എഴുന്നേക്കുന്നു. ഹാലേലുയ. കാരണം അതിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഹാലേലുയ. അപ്പൊ ഇവിടെ നമ്മൾ അപ്പൊ അതുപോലെ ചിലതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അതിനെയൊക്കെ ജയിക്കേണ്ടുന്നത് നമ്മൾ ജഡത്തിലല്ല ജയിക്കേണ്ടത്. യേശുക്കർത്ത എങ്ങനെ ജയിച്ചു എന്ന് നമുക്കറിയാം. ഹാലേലുയ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് എഴുതിയേക്കുന്ന യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു എന്നല്ലേ. അപ്പൊ നമ്മൾ ശക്തിപ്പെടണം എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തികൾ കഴിയുന്നു. അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാണ് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹാലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് സകലത്തിന്റെ ഹാലേലൂയ സൃഷ്ടിയെങ്കിൽ ആ സൃഷ്ടിക്ക് കഴിയാത്തത് ഒന്നുമില്ല. അത് നമ്മളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അതിന് മുമ്പ് പറഞ്ഞേക്കുന്നത്. അത് നിമിത്തം അതിന് മുമ്പുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. നമ്മൾ ആരാണെന്ന് എന്താണെന്ന് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്നും അത് കൂട്ടവകാശിയുള്ള ഏക ശരീരസ്ഥിതി ഇതൊക്കെ പറഞ്ഞു വന്നതിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഹാലേലൂയ. അപ്പൊ സ്വർഗത്തിൽ സകലർക്കും പേർ വീഴാൻ കാരണം പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തും. അപ്പൊ എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും പേർ വരാൻ, കുടുംബത്തിൽ സകലർക്കും പേർ വരാൻ കാരണമായത് എന്റെ കഴിവല്ല, എന്റെ പ്രാപ്തിയല്ല. അതിന് കാരണഭൂതൻ ആരാധിച്ച ദൈവമാണ്. ദൈവം നമ്മളെ കണ്ടതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് എന്താ പ്രാർത്ഥിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, അവൻ തന്റെ മഹത്വത്തിന് നിരത്തുന്നത് അവന്റെ ആത്മാവ് നിങ്ങൾ അകത്തമ ശക്തിയോടെ ബലപ്പെടേണ്ടത്. അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യൻ എങ്ങനെ ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുന്നത് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നമ്മുടെ അകത്ത മനുഷ്യൻ. മോശയുടെ ദൈവം പറഞ്ഞു ഞാനാകുന്നു. അവര് ചോദിച്ചു എന്ത് പേര് പറഞ്ഞു, ഞാനാകുന്നു എന്ന് വെച്ചാൽ എന്താ, ഞാൻ നിനക്ക് എന്തായിട്ടോ ആകണം അത് ഞാൻ. ഹാലേലൂയ. ആമീൻ. ഞാൻ റാഫയാണ്, ഞാൻ ഇരയാണ്. ഞാൻ ലോഹിമാണ്, ഞാൻ ശാലോമാണ്, അങ്ങനെയാണ്. അത് ഞാനാകുന്നു പറഞ്ഞ ഹാലേലൂയ. നിനക്ക് എന്തായിട്ട് അപ്പൊ ആ മഹത്വമാണ് നമ്മളോട് വെളിപ്പെടേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം കൂടെ പോരുക ചെയ്യുന്നത്. മോശ ചെന്നതെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന പോലെ എന്ന് വെച്ചാൽ ദൈവമല്ല, പക്ഷെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മൾ അപ്പൊ അത് തിരിച്ചറിയണം നമുക്ക്. ഒന്ന്. രണ്ടാമത് പറയുന്നത് അവന്റെ ആത്മാവിനാൽ നമ്മൾ അകത്ത മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം. എങ്ങനെ ബലപ്പെടണം? കുറച്ചൊക്കെ ബലപ്പെടണം എന്നല്ല, ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ അകത്ത മനുഷ്യൻ എപ്പോഴും ശക്തനാണെങ്കിൽ പുറമെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫൈറ്റിംഗ് ആയിട്ട് വന്നാലും അതൊന്നും നമ്മളെ തൊടത്തില്ല.
ഏത് തീച്ചൂളെ കൂടെ പോയാലും, ഏത് ഹാലിലെ ആമ എത്ര വലിയ വിഷയത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും അത് നമ്മളെ തൊടുകയില്ല. ഹാലിലെ ഇൻ കേസ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ പോലും അത് നമ്മളെ തൊടാതെ വണ്ണം ദൈവം മാറ്റിവിടും. അത് ദൈവം മാറ്റിവിടുക വെച്ചാൽ ആ പരിശുദ്ധാത്മ ശക്തി മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം വിജയ പാസ്റ്റർ ഇന്നലെ രാത്രി രാത്രി സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് ഹാലേലിയ അവിടുത്തെ ബാത്റൂം, പുറത്തൊരു ബാത്റൂം ഉണ്ട്. അതില് ഞാൻ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പിലൊരു നമ്മുടെ ചവിട്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അനേടിയിലെ വെള്ളം നിറഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഞാനങ്ങ് കാല് വെച്ച് ചവിട്ടി അങ്ങ് തന്നെ അങ്ങ് പോയി. ഹാലേലിയ പോയിട്ട് ഞാൻ പുറകോട്ട് വീഴാൻ പോവാണ്. വീണ നേരെ അടിക്കുന്ന തല അടിക്കുന്നത് അതിന്റെ മുകളിലത്തെ സ്റ്റെപ്പിലായിരിക്കും അടിക്കുന്നത്. തകർന്നു. അത്രയ്ക്കൊരു ഫോഴ്സ് ഇല്ല. പക്ഷെ എന്നെ ആരോ പിടിച്ചു നിർത്തിയ പോലെ ഞാൻ അവിടെ നിന്നു ഹാലയിലേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ ഞാൻ ശരിക്കും ഞാൻ മനസ്സിൽ വെച്ച് ദൈവം വീണു കഴിഞ്ഞു എന്ന് വിചാരിച്ചു. കാരണം അതുപോലൊരു വീഴ്ച അതുപോലെ അങ്ങോട്ട് തെന്നി അങ്ങോട്ട് പോയതാ ഹാലയിലെ. അപ്പൊ അവിടെ നമുക്ക് ഞാൻ പെട്ടെന്ന് ഭിത്തി കയറി പിടിക്കുന്നെങ്കിൽ എനിക്കറിയാം എന്റെ പിടുത്തത്തിൽ അത് നിൽക്കത്തില്ല. പക്ഷെ എന്നെ ആരോ താങ്ങി ഞാൻ നിന്നു ഹാലയിലെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾ അറിയാതെ നമ്മളെ ശക്തി നമ്മളെ താങ്ങും, നമ്മുടെ കാല് കല്ലുമേൽ തട്ട ദൂതന്മാരെ കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് ആത്മാവ് നമ്മളെ താങ്ങുന്ന നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു പ്രൊട്ടക്ഷൻ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ശത്രു നമ്മളെ വീഴാവണ്ണം തള്ളിയാലും എന്റെ ബലമുള്ള കരം നിന്നെ താങ്ങിയെന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൂതൻ നിന്നെ താങ്ങി നല്ല പറഞ്ഞിരിക്കുന്നത് ഹാലയില്. അപ്പൊ ദൈവത്തിന്റെ ബലമുള്ള അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ പിശാചിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പലപ്പോഴും നമുക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഹാലയിലെ. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും നല്ല വിടുതലുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ വന്ന് നമ്മൾ അടിക്കാനായിട്ട് വരും പലപ്പോഴും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിടുതൽ നടക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ചില സ്ഥലത്തേക്ക് കഴിഞ്ഞ പറയാം. അതും അവിടേക്ക് പോയ കാര്യം നിങ്ങൾക്ക് അറിയാം. 3 പ്രാവശ്യം 2 പ്രാവശ്യം മുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇവിടുന്ന് യാത്ര തിരിച്ചിട്ട് ജോജി പറഞ്ഞ കൊച്ചിന്റെ മരണം കാണും നമ്മൾ തിരിച്ചു പോകും. രണ്ടാമത്തെ പ്രാവശ്യം പോകാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ രാവിലെ ഇപ്പൊ കാലിന്റെ മസിൽ കയറി പിടിച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാതെ. അപ്പൊ അങ്ങോട്ട് വിടത്തില്ല എന്ന് വാദിച്ചിരുന്ന മേഖല. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ദൈവകൃപയാൽ അവിടെ പോകാൻ പറ്റി. അപ്പം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ല? നമ്മൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഈസി ആയിട്ട് അങ്ങ് മൂവ് ചെയ്യുന്ന ആരും വിചാരിക്കരുത്. അവിടെ അതിന്റെ എതിരെ അതിന് ശക്തമായ എതിർപ്പുകൾ ആ പൈശാചിക മണ്ഡലത്തിൽ നിന്നുണ്ടാകും. അതിന് പലപ്പോഴും പല മനുഷ്യരെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എന്താ പറഞ്ഞ നമ്മുടെ അകത്ത് മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ടവരാണെങ്കിൽ, കരുത്തനാണെങ്കിൽ നമുക്കതിനെ ജയിക്കാൻ പറ്റും. സാറാമ്മ സിസ്റ്റർ ഇവിടം വരെ എത്തി. എങ്ങനെയാ സാറാമ്മ സിസ്റ്റർ? ഹസ്ബൻഡ് പെർമിഷനൊക്കെ തന്ന് പ്രാർത്ഥിച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ മിണ്ടിപ്പോരുത്. പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ടുവരല്ലേ എന്നോട് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ ഞാൻ ആദ്യം എനിക്ക് സാറാമ്മ പ്രാർത്ഥിക്കാൻ ഞാൻ ഓർക്കുന്നുണ്ട്. അന്യഭാഷയൊന്നും പുറത്തേക്ക് വരത്തില്ല. കാരണം ഭയം. കാരണം ഇത് പുറത്തേക്ക് കേട്ടാലെന്ന് ഭയം. കാരണം ആ ഭയം പിടിച്ചിട്ട് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ ആ ഭയം ഇട്ട് തടഞ്ഞു വെച്ചിരുന്ന മേഖല ഇപ്പോഴും ഓർക്കുന്നു. അവിടെ നിന്നൊക്കെ ശക്തി പ്രാപിച്ചിട്ട് ഇത് കേൾക്കേണ്ടവർ മാത്രമേ കേൾക്കത്തുള്ളൂ. ഞാൻ എത്ര ഉച്ചത്തിൽ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചാലും എത്ര ഉച്ചത്തിൽ പ്രസംഗിച്ചാലും ഇത് കേൾക്കരുത് ദൈവം ആഗ്രഹിച്ച ആ ശബ്ദം പുറത്തേക്ക് പോകത്തില്ല. അങ്ങനെ ധൈര്യം തന്നെ സാറമിസ്റ്റ് ഭാഗത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അല്ലെ? അപ്പോഴാണ് ചില ഈ കെട്ടുകൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയത്. ഇന്നും അത് ചില ഏരിയയിൽ മാറാത്തത് നമുക്ക് ജീവിതത്തിലുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരെ അല്ല. നമ്മുടെ വളർച്ചയെ തടയാനായിട്ട് പിശാച് പുറത്തുനിന്ന് ആരെയും കൊണ്ടുവരത്തില്ല. അകത്തുനിന്ന് തന്നെയാണ്. നമ്മുടെ സഭയ്ക്കുള്ളിൽ, നമ്മുടെ കുടുംബത്തിനുള്ളിൽ, നമ്മുടെ ബന്ധുക്കൾക്കുള്ളിൽ ഒക്കെയാണ് പലപ്പോഴും ഇതൊക്കെ നമ്മളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ തളർന്നു പോകാന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലയോ മറ്റുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, പോയി പണി നോക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുകയും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യല്ലേ. നമ്മളിങ്ങനെ പെട്ടെന്ന് അടിച്ചാൽ മർമ്മത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇത് പിശാചിനറിയാം. അപ്പൊ നമ്മളെന്താ അകത്ത മനുഷ്യ ശക്തനാണെങ്കിൽ വിഷയമില്ല. പക്ഷെ അകത്ത മനുഷ്യ ശക്തി ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോഴേ കാറ്റ് ബലൂൺ പോലെ നമ്മളാകും. നമ്മൾ പറയാം വേറെ ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരെന്നോട് പറഞ്ഞല്ല ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സിസ്റ്റർ. കാരണം ഇത് നമ്മൾ പറയാറുണ്ട്. കാരണം വെച്ചാൽ
അവനറിയാം ഇത്. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഈ സിസ്റ്റർ പറഞ്ഞ പ്രശ്നമാണ് പുള്ളിക്കാരത്തേക്ക്. അതുകൊണ്ട് ആ സിസ്റ്ററെ കൊണ്ട് തന്നെ പറയുക. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ഇതിന് നമ്മൾ അകത്ത മനുഷ്യൻ ശക്തനല്ലെങ്കിൽ, ശക്തിയോടെ ബലപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. എന്നിട്ട് ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ട വരം നൽകണമെന്നു. അപ്പം നമ്മൾ വിശ്വാസികളല്ലേ? ആണ്. പിന്നെ പൗലോസ് അപ്പോസ്തലൻ എന്തിനാ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടത് വരം നൽകണമെന്ന് പറയുന്നത്? ഹാലില് ഈ വിശ്വാസം ഏറ്റക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ഹാലേലിയ. പക്ഷേ ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് വെച്ചാൽ ഇത് ഇളകാത്ത വിശ്വാസമായിരിക്കണം. സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറാത്ത വിശ്വാസമായിരിക്കണം. നമ്മുടെ ലൈഫിനെ എടുത്തൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് എക്സാമ്പിൾ. ഒരു കുഞ്ഞ് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ വലിയൊരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കും. അപ്പൊ നമ്മൾ സാഹചര്യമൊക്കെ നോക്കും, നടക്കുമായിരിക്കും നടക്കത്തില്ലായിരിക്കും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് തലവേദനയാ, ചാടി പ്രാർത്ഥിക്കും. ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ മാറും. കാരണം നമ്മൾ വിശ്വാസത്തിന്റെ ആള്. പക്ഷെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്താൽ അങ്ങ് വസിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ദൈവത്തോടുള്ള വിശ്വാസമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, ഇത് മാറുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ട ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന വരം നൽകണമെന്നും അതൊരു വരമായിട്ടാ ചോദിക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. അത് നമ്മുടെ അത് നൽകേണ്ടതിനും എന്നിട്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട. അപ്പൊ നമ്മുടെ അടിസ്ഥാനം എന്തായിരിക്കും? ഫൗണ്ടേഷൻ എന്തായിരിക്കണം? അത് സ്നേഹമായിരിക്കും. ഹല്ലേലൂയ. ദൈവസ്നേഹമാണ് നമ്മുടെ അടിസ്ഥാനം. ആ സ്നേഹത്തിൽ പേര് അടിസ്ഥാനപ്പെട്ടവരായി ഹല്ലേലൂയ വീതിയും നീളം ഉയരം എന്തെന്ന് സകല വിശുദ്ധന്മാർ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുന്ന നമ്മുടെ പരിജ്ഞാനങ്ങൾക്ക് അപ്പുറം ദൈവസ്നേഹം. ഹല്ലേലൂയ. അത് നമ്മൾ അറിയണം. ആ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ സ്നേഹിക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ഒരു പരിജ്ഞാനമൊക്കെ വേണ്ടി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കയ്യിലുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എങ്ങനെയാണെന്ന് നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കല്ലേ? പക്ഷേ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ നമ്മള് ലോക പരിജ്ഞാനമൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിലല്ല പരിജ്ഞാനം, നമ്മൾ ബാക്കി പലതിലെ പരിജ്ഞാനം നേടി വെച്ചേക്കുന്നെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല. പക്ഷെ നമ്മളെപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തെ കവിയുന്ന പരിജ്ഞാനമാണ് നമ്മൾ വേണ്ടത്. അപ്പൊ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തര ദൈവത്തിന്റെ എല്ലാ നിറവിനും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാപ്തരാകുമ്പോഴാ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരുത്തുള്ളൂ. നമുക്ക് നിറയാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്നലെ ഞാനിങ്ങനെ ജോളിയാൻ്റെ കേട്ടോന്ന് എനിക്കറിയാം. മെസ്സേജ് ജോളിയാൻ്റെ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ദൈവ സ്നേഹം ഉള്ളത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന പോലൊരു ഫീൽ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഉള്ളിൽ എങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. അത് മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ഹൃദയം നിറഞ്ഞാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഒഴുകത്തുള്ളൂ. നമുക്ക് തന്നെ തികയുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ആരെ വിശ്വസിക്കുള്ള തിരുവഴുത്തോടെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒഴുകുന്നത്? നിറയണം. നിറഞ്ഞു കവിഞ്ഞാലേ ഒഴുകത്തുള്ളൂ. ഏതെല്ലാം നിന്ന് ഒരു നദി സൃഷ്ടി 4 ശാഖകളായി പിരിഞ്ഞ് അവിടെയൊക്കെ പോയി ആ നദി ചെന്നിടത്തൊക്കെ വിലപ്പെട്ട പൊന്നും ഗോമേതവും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. കാരണം അത് എവിടുന്ന പുറപ്പെട്ടേക്കുന്നത്? ദൈവം സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. അതുപോലെ നമ്മളൊരു ഏതൻ തോട്ടമായൊക്കെ മാറുകയാണെങ്കിൽ നമ്മളിന്ന് പുറപ്പെടുന്ന നദി ചെല്ലുന്നിടത്തൊക്കെ സമൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. എഗസ്കേൽ പ്രവാചകൻ വെളിപ്പാടി കണ്ടത് നദി. ഹല്ലേലൂയ. പ്രവാചകൻ ആ നദി എങ്ങനെയാ? ദൈവത്തിന്റെ ഹാലേലിയ ആ കൃപാസനത്തിന്റെ അരിയിൽ നിന്ന് അത് പുറപ്പെട്ടിട്ട് അത് ഒഴുകി അത് ചെല്ലുന്നിടത്തൊക്കെ 2 സൈഡിൽ എന്താ? ഹാലേലിയ മഴകാടും അത് ഇത് അത്ര ഔഷധങ്ങളൊക്കെ ഉണ്ടാകും. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ അവിടെയെല്ലാം സമൃദ്ധി ഉണ്ടാകും. ഈ നദി നമ്മളിൽ നിന്ന് ഈ നദി നമ്മളിൽ നിന്ന് ശരിക്കും പുറപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിറഞ്ഞു പരിജ്ഞാനത്തിക്കുന്ന സ്നേഹം അപ്പൊ നമ്മളെല്ലാം ചോദിക്കാം. നമ്മളത് സ്നേഹത്തിൽ അറിയാൻ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരാൻ ലോകത്തിന് നിറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ ആ വീട് കണ്ടോ സിസ്റ്ററെ? അവിടെ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ എല്ലാം ഉണ്ട്. നമ്മള് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ
ഹല്ലേലൂയ. അത് ഓൺലൈനിൽ പറയുമ്പോൾ ഇനി നമ്മൾ പൊങ്ങച്ചെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ. എന്റെ മൂത്ത ബ്രദറിന്റെ വീട്ടിൽ ചെന്നു. ഭയങ്കര വലിയ ഹല്ലേലൂയ ഇത് ബംഗ്ലാവാണ്. അവിടെ കിടക്കുന്ന സെറ്റ് കയറ്റി 20 ലക്ഷം രൂപ സെറ്റിലൊക്കെ ഇരിക്കുന്നു. ചെടിയൊക്കെ പുറത്ത് ഗാർഡൻ ചെയ്യാൻ വേണ്ടിയാണ് 10-30 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് മീൻസ് പക്ഷെ അതിനുള്ളിൽ ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. ദൈവസ്നേഹമില്ല, സമാധാനമില്ല. അപ്പൊ പുറമേ നോക്കുമ്പോ എന്ത് പറയാ, ഒരാൾ ചെല്ലുന്നുണ്ട്, അയ്യോ ആ വീട്ടിൽ എന്തൊക്കെയോ കുറവുള്ളത്, എല്ലാം നിറഞ്ഞു നിൽക്കുക, എല്ലാം നിറവിനോളം അങ്ങ് നിറഞ്ഞു നിൽക്കുക, അല്ലെ? ഇങ്ങനെയല്ലേ ലോകം പറയുന്നത്. പക്ഷെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ശൂന്യത എന്താണെന്ന്. നമ്മൾ ആ സമയത്ത് ഹാലില്ല. നമ്മുടെ വീട്ടിൽ ഇപ്പൊ വരുമ്പോ ചിലപ്പോ ഈ പറയുന്ന കണക്കൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കയറുമ്പോ കാല് വെക്കുമ്പോ ഹാലില്ല. ആമയും ദൈവദാസന്മാർ പറയും, ഈ ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നിടത്ത് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നെന്ന് പറയുന്ന കേൾക്കുന്നതാണ്. ഈ ലോകത്തിൽ വലിയ ബംഗ്ലാവ് ഉള്ളതിനെക്കാട്ടി, വലിയ 2-3 കോടിയുടെ കാർ ഉള്ളതിനെക്കാട്ടി, ഹല്ലേലൂയ, അതുപോലെ ഓരോ കാര്യങ്ങളുള്ളതിനെക്കാട്ടി സന്തോഷിക്കുന്ന നമ്മൾ അവിടെയാണ്. അല്ലെങ്കിൽ ഞാൻ 10 പ്രാർത്ഥനകൾ, ഇമ്പോർട്ടന്റ് പ്രാർത്ഥന 10 പ്രാർത്ഥനകൾ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു ഹാലി. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പറഞ്ഞ മെസ്സേജ് ഇതായിരുന്നില്ല കേട്ടോ. ഞാൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു മെസ്സേജ് പക്ഷേ ദൈവം ഇന്നലെ രാത്രി ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ഇത് പറഞ്ഞത് ഹാലയിലേക്ക്. അപ്പൊ നമ്മൾ 2 പ്രാർത്ഥന മാത്രമേ പറഞ്ഞു. നമ്മുടെ സമയം കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഓൾറെഡി 4:15 നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം. അപ്പൊ ഇവിടെ അങ്ങനെ നമ്മൾ നിറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. അപ്പൊ നമുക്ക് ആർക്കും ശക്തിയില്ല എന്ന് തോന്നുന്നത്, നമുക്ക് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നത്, നമുക്ക് അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ദൈവത്തിന്റെ വിളിക്കനുസരിച്ച്, തെരഞ്ഞെടുപ്പിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒന്ന് ചെയ്താൽ മാത്രം മതി. നമുക്ക് എവിടെയോ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തനാകുന്നില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വന്നിട്ടില്ല. നമുക്ക് ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിന് നമുക്ക് ലഭിച്ചിട്ടില്ലേ? അവിടേക്ക് എന്താണ് നമ്മൾ, എവിടെയാണ് നമ്മൾ തെറ്റ് നിൽക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സ് പുതുക്കുന്നതോട് രൂപാന്തരപ്പെട്ട ദൈവത്തിനോട് പറയണം, കർത്താവേ എനിക്ക് ഈ കുറവുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന് തടസ്സമായിട്ട് എന്ത് കുറവാ എന്നെ നിൽക്കുന്നത് വെച്ച് ദൈവം വെളിപ്പെടുത്തും. ആ കുറവ് എന്താ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആമയും വിട്ടു മാറിപ്പോകണം. നമ്മൾ അത് മാറ്റി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം, ദൈവത്തിന് വലിയ പെർഫെക്ഷൻ ആവശ്യമാണ്. നമ്മൾ ആ മേഖലയെ, ദൈവം ആഗ്രഹിക്കുന്ന മേഖലയെ നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്താതെ തൊട്ടടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് കയറാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം വിടുതലിന്റെ വക്കിൽ നമ്മൾ വന്ന് നിൽക്കും. പക്ഷേ ആ വിടുതൽ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് നമ്മളിന്ന് പോകാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രവചിച്ച പ്രവാചകന്മാരെ കുറ്റം പറയരുത്. നിങ്ങൾ പ്രവചിച്ച അല്ലെങ്കിൽ ദൈവിക ആലോചന നിങ്ങൾ സംശയിക്കരുത്. കാരണം അവിടെയൊക്കെ അത് നടക്കാതെ നിൽക്കുന്നെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒന്നും കൂടെ ശരിയാകാൻ. അത് ദൈവത്തിന്റെ ആത്മാവ് സ്നേഹിക്കുന്നവർ ദൈവത്തിന് പറയാറുണ്ട്, പറയുകയും ചെയ്യും. പക്ഷെ എന്നിട്ട് നമുക്ക് ചിലപ്പോൾ ആ മേഖല ജയിക്കാൻ കഴിയാത്ത മേഖല ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ച് അതിന് ജയമെടുക്കണം എന്ന് പറയുന്നത്. ഹാലേലിയ. അപ്പൊ പൗലോസ് 2 പ്രാർത്ഥന മാത്രമേ ഇന്ന് നമ്മൾ പഠിച്ചോളൂ. ഒന്ന് നമ്മൾക്ക് തന്നിട്ടുള്ള അധികാരം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി വ്യാപരിക അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നതല്ലേ നമുക്ക് നമ്മളെ കുറിച്ച് വിളിയും തെരഞ്ഞെടുപ്പും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ആശ. പക്ഷെ ഈ ആശ തിരിച്ചറിഞ്ഞ ഉടനെ നമുക്ക് വേണ്ടി ഈ ആശ തിരിച്ച് നമ്മൾ തന്നെ പോയി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടി വ്യാപരിക അളവറ്റ ശക്തിയെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇത്രയും തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി ക്രിസ്തു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടതിനും വരം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമുക്ക് നിറഞ്ഞു വരാൻ കഴിയും. അങ്ങനെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്ന എനിക്ക് അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ തന്നെ വ്യാപരിക ശക്തിയാൽ കഴിയും. അപ്പൊ നമ്മുടെ വിടുതൽ പുറത്തുനിന്നല്ല, നമ്മൾ തന്നെ വരണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി പുറത്തുനിന്നല്ല, നമ്മൾ തന്നെ. അപ്പൊ നമ്മൾ എന്തൊക്കെയോ ഇനി ആത്യന്ത ശക്തിക്ക് അളവറ്റ ശക്തിക്ക് വ്യാപരിക്കാൻ കഴിയാതിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തടസ്സപ്പെട്ട് നിൽക്കും മനസ്സ്. അപ്പൊ ഇന്നത്തെ പ്രഭാതത്തിൽ ഇന്നുകൊണ്ട് പരിശുദ്ധാത്മ ഈ മെസ്സേജ് വീണ്ടും പറയാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ശക്തി ധരിക്കാതിരിക്കുന്ന ചില മേഖലകളുണ്ട്. അകത്ത മനുഷ്യൻ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന ചില മേഖലകളുണ്ട്. അകത്ത മനുഷ്യൻ ക്ഷീണിച്ചാൽ പുറത്തെ മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അതേസമയത്ത് പുറത്തെ മനുഷ്യൻ ക്ഷീണമുണ്ടെങ്കിൽ അകത്തെ മനുഷ്യൻ കരുത്തനാണ്, നമ്മൾ എഴുന്നേൽക്കും.
നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ഹാലേലിയ. ആ മേഖലകളിൽ ജയിക്കണമെന്ന് ഹാലേലിയ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് ഒന്നും മാത്രം നമുക്ക് നമ്മുടെ അകത്ത മനുഷ്യ ശക്തിയോടെ ബലപ്പെടുകയാണ്. നമുക്ക് ദൈവത്തിന് എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. നമ്മിൽ അത്യന്ത ശക്തിയാൽ കഴിയാത്ത ഒന്നുമില്ല. അത് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കണം. എവിടെയൊക്കെ എന്തൊക്കെയോ തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ നമ്മൾ പറയും 11ാം മാസത്തിന്റെ അവസാന ദിവസം നമ്മൾ എത്തി. ഹാലേലിയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ 2024 പ്രാപിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ ഇന്നും പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ല 2024 തീരും മുമ്പ് അത് പ്രാപിക്കാൻ തന്നെ വേണമെന്ന് ഹാലേലിയ. അതിന് കുറുക്കു വഴികളൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ അകത്ത മനുഷ്യശക്തനായി ബലപ്പെടണം. നമ്മൾ എവിടെയൊക്കെയോ വീക്കായിരിക്കുന്നെങ്കിൽ അവിടേക്ക് ഒന്ന് സ്ട്രോങ് ആകണം. അതിനുവേണ്ടി ഇന്നത്തെ പ്രാർത്ഥന ഇനി നമ്മൾ അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥന എല്ലാവരും ശക്തിപ്പെടേണ്ടതിനായിട്ട് ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടും സമയം കിട്ടുന്ന സമയത്ത് ചിന്തിക്കാം. ഇവയെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.